ബഹുമതിയോടെ നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ, ആശീർവദിക്കണമേ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമ്യായുടെ വാക്കുകൾ. യൂദയ രാജാവായ ആമോന്റെ മകൻ ആസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദയ രാജാവായ ജോസിയയുടെ മകൻ യഹോയാക്കീമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദെക്കിയായുടെ ഭരണത്തിന്റെ 13-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാട് കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും
നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. സർവ്വജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. എൻ്റെ സഹോദരനെ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 5 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ പിതാവെ ആശ്രയിച്ചു. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആചരണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീഷ്ണതയോടെ ആയിരിക്കണം. അചരണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്കു കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുമസിന് ശേഷം ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാൻ വേണ്ടി സഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് പരിശീലന വർഷങ്ങളിലൂടെ ഈ ദൈവികമായ രഹസ്യങ്ങളെ മനസ്സിലാക്കി മേലധികാരികളുടെ ശുപാർശയിൽ തിരുഹൃദയ ദാസസമൂഹത്തിൻ്റെ അംഗമായി കോട്ടയം അതിരൂപതയിലൂടെ കത്തോലിക്ക സഭയിലേക്ക് കാനമ്മയിൽ ഇടവകയിൽ നിന്ന് മുതുകാണ്ടിൽ കുടുംബത്തിൽ നിന്ന് ഡീക്കൻ ജോൺ ഇന്ന് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഈ ദേവാലയ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു സുദിനം കൂടിയാണ് ഇന്ന്. ആദ്യമായിട്ടാണ് ഈ ഇടവക ദേവാലയത്തിൽ നിന്ന് ഒരു മകൻ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. നമുക്കതുകൊണ്ട് ആനന്ദിക്കാവുന്നതും ആഹ്ലാദിക്കാവുന്നതുമായ സുദിനമാണ്. അത് ഈ ഇടവകയ്ക്ക് മാത്രമല്ല, മുതുകാട്ടിൽ കുടുംബാംഗങ്ങൾക്കും ഡീക്കൻ ജോണിന് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും സ്നേഹിച്ചു വളർത്തിയ സഹോദരങ്ങൾക്കുമൊക്കെ സന്തോഷം പ്രദാനം ചെയ്യുന്ന സുദിനമാണ്. ഈ സന്തോഷ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തനിക്ക് സഭ നൽകുന്ന ശുശ്രൂഷകളെല്ലാം വിശ്വസ്തയോടുകൂടിയും കാരുണ്യത്തോടുകൂടി നിർവഹിക്കുവാൻ ഡീക്കൻ ജോണിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലൂടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പഴയ നിയമ പൗരോഹിത്യം അത് ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു പൗരോഹിത്യമായിരുന്നു.
ആ പഴയ നിയമത്തിൻ്റെ എല്ലാം പൂർത്തീകരണം പുതിയ നിയമത്തിൽ ഈശോ മിശിഹായിലൂടെയാണ് നാം കാണുന്നത്. പഴയ നിയമം പുതിയ നിയമത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പഴയ നിയമ പ്രവാചകന്മാര് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകന്മാരുടെ പൂർത്തീകരണവുമായ ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആ പ്രവാചക ധർമ്മമാണ് അവരൊക്കെയും നിർവഹിച്ചത്. അങ്ങനെ പഴയ നിയമത്തിൻ്റെ ആ ഒരു പൗരോഹിത്യത്തിലേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കുമ്പോൾ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് പഴയ നിയമത്തിലെ പുരോഹിതന്മാർ നിർവഹിച്ചിരുന്നത്. പ്രത്യേകിച്ച് മോശ വഴി നൽകപ്പെട്ട വാഗ്ദാന പേടകം അത് കൂടാരത്തിലാണ് ആ വാഗ്ദാന പേടകം സ്ഥാപിച്ചിരുന്നത്. ആ കൂടാരത്തിന് ചുറ്റും ഈ പുരോഹിതന്മാര് ജീവിച്ച് അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുരോഹിതന്മാർക്കുണ്ടായിരുന്നത്. വാഗ്ദാന പേടകത്തെ സംരക്ഷിക്കുക, ദൈവം നൽകിയ കൽപ്പനകള്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മപ്പെടുത്തലുകളുമായിരുന്നു. അതിൻ്റെ സംരക്ഷകരെന്ന നിലയിൽ ജീവിക്കുമ്പോൾ പിന്നീട് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ജെറൂസലം ദേവാലയം അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് വരികയാണ്. അവിടെയാണ് ഈ വാഗ്ദാന പേടകം പിന്നീട് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വാഗ്ദാന പേടകത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും ഒക്കെ രക്ഷിതാക്കൾ എന്ന നിലയിലോ സംരക്ഷകരെന്ന നിലയിലോ ആണ് പുരോഹിതന്മാർ അറിയപ്പെട്ടിരുന്നത്. ആ ജെറൂസലം ദേവാലയത്തിൽ വെച്ചാണ് അവരുടെ ബലികളും കാഴ്ചകളും ജനത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി കൃതജ്ഞതാ ബലികളും പാപപരിഹാര ബലികളും ഒക്കെ അവർ അർപ്പിച്ചിരുന്നത്. ഇപ്പോൾ പുരോഹിതനും ബലിവസ്തു ഉണ്ടായിരുന്നു. പുരോഹിതനും ബലിവസ്തുക്കളുമായി ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംരക്ഷകനായി, ദേവാലയത്തിന്റെ സംരക്ഷകനായി, ബലികൾ അർപ്പിക്കുന്നവനായി ഈ പുരോഹിതൻ അറിയപ്പെട്ടിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ബലിയർപ്പകനും ബലിവസ്തുവും യേശുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിൽ ഒരാളല്ല, രണ്ടുപേരല്ല, രണ്ട് യാഥാർത്ഥ്യങ്ങളല്ല. അത് ഈശോ മിശിഹായിൽ ബലിയർപ്പകൻ എന്നുള്ളതും ബലിവസ്തു എന്നുള്ളതും തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോ മിശിഹ ഈ ബലികളെല്ലാം പൂർത്തീകരിക്കുകയാണ്. ഡീക്കൻ ജോൺ ഇന്ന് സഭയിലൂടെ ഒരു പുരോഹിതനായി അഭിഷിക്തനാകുമ്പോൾ ഈ ദേവാലയത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലും ആത്മീയ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന നിലയിലുമാണ് അറിയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ കൂദാശകളും ഈ ഏത് ദേവാലയവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്, ഇതിന്റെ സംരക്ഷകനാണ്. ഈ ആധ്യാത്മികതയ്ക്ക് ഇണങ്ങുന്ന കാര്യങ്ങളാണ് വൈദികരിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന, സഭ ആഗ്രഹിക്കുന്ന ആ കാര്യം. ദേവാലയത്തിനിണങ്ങുന്ന ഈ ഒരു വാഗ്ദാന പേടകത്തെ സംരക്ഷിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ് വൈദികന്റെ നേതൃത്വത്തിലൂടെ, കൂദാശകളുടെ പരികരണത്തിലൂടെ ഓരോ വൈദികരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംരക്ഷണം ഈ ഇടവക ജീവിതത്തിന്റെ, ഈ ദേവാലയത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് സഭയിലൂടെ നൽകപ്പെടുന്നത്. അത് പ്രധാനമായും കൗദാശിക ജീവിതത്തിലൂടെയാണ്, പ്രത്യേകിച്ചും കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിലൂടെയാണ് വൈദികരത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പൗരോഹിത്യ ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഡീക്കൻ ജോൺ ഇവിടെ വിളിക്കപ്പെടുന്നത് പുരോഹിതനായിട്ട്. ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നത്, ഹെബ്രായ ലേഖനങ്ങൾ മുഴുവനും അതിന്റെ ഒരു വിശദീകരണമാണല്ലോ നൽകുന്നത്. ആ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഈ ഈശോ മിശിഹായെ വിശേഷിപ്പിക്കുന്നത് വിശ്വസ്തയോടുകൂടി പിതാവിന്റെ ഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ശുശ്രൂഷ തന്റെ മനുഷ്യാവതാരത്തിലൂടെ ഈശോ മിശിഹ നിർവഹിച്ചു. കാരുണ്യപൂർവ്വം ഈശോ തന്റെ പരസ്യ ജീവിതത്തിന്റെ എല്ലാ സമർപ്പണവും ഈശോ മിശിഹ നിർവഹിച്ചു എന്നുള്ളതാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തോടുള്ളതാണ്. കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യനോടുള്ളതാണ്. ഈശോ മിശിഹ വിശ്വസ്തയോടെ പിതാവിന്റെ
ഹിതമനുസരിച്ച് തൻ്റെ പരസ്യ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. പിതാവേ, ഇത് തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ പരസ്യ ജീവിതത്തിന്റെ സമാപനത്തിലുമൊക്കെ ഈശോ പറയുന്നത് എന്താണ്? എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നാണ്. ഈ വിശ്വസ്തത പൂർത്തീകരിക്കുന്നത് തൻ്റെ ജീവിതം അവസാനിക്കുമ്പോഴാണല്ലോ. ഇപ്പൊ ഓരോ വൈദികന്റെയും ജീവിതം എന്ന് പറയുന്നത് ഈ വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ്. തൻ്റെ ജീവിതം പൗരോഹിത്യത്തിലൂടെ ആരംഭിക്കുന്നു, ആ പൗരോഹിത്യത്തിലൂടെ ആരംഭിക്കുന്നത് തുടരുന്നു, മരണം വരെ നിലനിർത്തിക്കൊണ്ട് ഈ വിശ്വസ്തതയോടെ ഈ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് അത് നിർവഹിക്കുക, സമർപ്പിക്കുക എന്നുള്ളതാണ്. കാരുണ്യമാണ് ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ ഏറ്റവും അടിസ്ഥാന ഭാവമായി മനുഷ്യനോട് പ്രകടിപ്പിച്ചത്. കാരുണ്യപൂർവ്വം മനുഷ്യരോട് പ്രവർത്തിക്കുക, കാരുണ്യഭാവം ഉണ്ടായിരിക്കുക. പൗരോഹിത്യ ജീവിതത്തിൽ ഈശോ മിശിഹായുടെ ഈ കാരുണ്യത്തിന്റെ മുഖത്തെക്കുറിച്ച് നമ്മൾ ഈ കാരുണ്യ വർഷത്തിൽ മുഴുവനും ധ്യാനിക്കുകയായിരുന്നു. അത് കഴിയുന്നത്ര നമ്മുടെ പ്രവർത്തനത്തിലും ജീവിത ശൈലിയിലുമൊക്കെ കൂട്ടിച്ചേർക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരുണ്യപൂർവ്വമുള്ള പെരുമാറ്റം, അത് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയുള്ള ബന്ധം ആരൊക്കെയായിട്ടുണ്ടോ ആ വ്യക്തികൾക്കൊക്കെ കാരുണ്യത്തിന്റെ ഭാവത്തോടെ അത് നൽകുവാൻ സന്നദ്ധതയുണ്ടാവുക. അപ്പോൾ കാരുണ്യത്തിന്റെ ഭാവം ഈശോ മിശിഹായിൽ നിലനിന്നത് വൈദികരിലൂടെ ലോകത്തിന് ലഭ്യമാവുക. ഈ പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് കാരുണ്യത്തിന്റെ ആ ദൈവത്തിന്റെ സ്നേഹം കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. അപ്പോൾ ഈ വിശ്വസ്തത എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് അഭിഷിക്തനാകുന്ന ഈ ഡീക്കൻ തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തതയോടുകൂടി നിലനിർത്തുക, തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കാരുണ്യ ഭാവത്തോടുകൂടി ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിക്കുക. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ഒരു വൈദിക സമൂഹത്തിലേക്ക് ഡീക്കൻ ജോൺ ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ ദൈവവിളിയാണല്ലോ, കൂട്ടായ്മയുടെ ഉദാശയാണല്ലോ. അങ്ങനെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഈ ഒരു സഹോദരൻ കടന്നു വരുമ്പോൾ, സഭ വിളിക്കുമ്പോൾ, സഭ അതിനുള്ള കൃപകളും ദാനങ്ങളും ദൈവത്തിലൂടെ നൽകുമ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ വൈദിക സമൂഹം നിലനിൽക്കുക. കൂട്ടായ്മയിലാണ് പൗരോഹിത്യം. ഈ കൂട്ടായ്മ നിലനിർത്തുവാൻ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുക. കൂട്ടായ്മയിലുള്ള പൗരോഹിത്യ സുഹൃത്തുക്കൾ ആ കൂട്ടായ്മ ബലപ്പെടുത്തുവാൻ ഓരോരുത്തരും മറ്റുള്ളവരെ വളർത്തുന്നതിന് വേണ്ടി, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം നടത്തുക. കാരണം കൂട്ടായ്മയിലാണ് പൗരോഹിത്യം നിലനിൽക്കുന്നത്. കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ പൗരോഹിത്യത്തിന്റെ മാറ്റു കുറയും. അപ്പോൾ നമുക്ക് ഒരു നിസ്സംഗത ഉണ്ടാവും, നമുക്ക് ആലസ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ചൈതന്യമൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂട്ടായ്മ ശക്തമാക്കുവാൻ നിരന്തരമായി പരിശ്രമിക്കുക. അപ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള നിങ്ങളും ഞാനുമൊക്കെ ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തുവാൻ, ഈ സഹോദരന്റെ പൗരോഹിത്യ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ആവുന്നതെല്ലാം ചെയ്യുക. അത് പ്രോത്സാഹനം ആവശ്യമുണ്ട്, സ്നേഹം ആവശ്യമുണ്ട്, കൂടെ നിന്നുകൊണ്ട് തെറ്റുകൾ തിരുത്തേണ്ടത് ആവശ്യമുണ്ട്. ഇന്നത്തെ പുതിയ തലമുറ എന്ന് പറയുന്നത് വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് പ്രോത്സാഹനം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഉപദേശം പലപ്പോഴും ആഗ്രഹിക്കുന്നില്ലാത്തതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് ഇഷ്ടമില്ലാത്തതുപോലെ തോന്നുന്നു. അത് പുതിയ ഒരു തലമുറയുടെ പ്രത്യേകതയായിരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു വളർച്ച എന്ന് പറയുമ്പോൾ കേവലമായ പ്രോത്സാഹനം മാത്രം പോരാ. അവിടെ ഉപദേശങ്ങൾ ആവശ്യമുണ്ട്, തിരുത്തലുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം നമ്മൾ മനുഷ്യരാണ്, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ എല്ലാ ജീവിത അന്തസ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. ചിലപ്പോൾ വഴക്കുകൾ കേൾക്കേണ്ടി വരും. അവിടെയും ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൗരോഹിത്യത്തിലൂടെ വളരാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഇന്ന് ഈ ഒരു മകനെ പൗരോഹിത്യത്തിലേക്ക് വളർത്തുന്നതിൽ നിർണായകമായ ഒരു സ്ഥാനമാണ് ഈ മാതാപിതാക്കൾ രണ്ടുപേരും നിർവഹിച്ചിട്ടുള്ളത്. അതിനവര് കുടുംബത്തിൽ നല്ല പരിശീലനം കൊടുത്തു,
അവർ പ്രാർത്ഥിച്ചു, ഈ മകന് വേണ്ടി ത്യാഗം ചെയ്തു. അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹോദരന്റെ വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ ഒരു വൈദികൻ ഒരു കുടുംബത്തിൽ നിന്നും ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമാണ്. പക്ഷേ ഈ ഭാഗ്യം എന്നും തീഷ്ണതയോടുകൂടി നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം തീഷ്ണതയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ആ തീഷ്ണതയോടുകൂടി എന്നും ഈ മകന് വേണ്ടി, ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കണം. കാരണം പ്രാർത്ഥനയിലാണ് പൗരോഹിത്യം നിലനിൽക്കുന്നത്. അങ്ങനെ സഭയുടെ പ്രതീക്ഷയനുസരിച്ച് ഈ മകന്റെ പൗരോഹിത്യ ജീവിതം വളർച്ചയിലൂടെ കടന്നു പോകുവാൻ പ്രത്യേക പ്രാർത്ഥനകൾ നിങ്ങൾ സമർപ്പിക്കുക. ഇന്ന് ഡീക്കൻ ജോൺ ഇന്ന് പുരോഹിതനാകുമ്പോൾ ഓർക്കുക, ഇന്ന് ഏറ്റവും നന്നായിട്ടൊരുങ്ങി വിശുദ്ധ കുർബാന പൗരോഹിത്യ സ്വീകരണത്തിലൂടെ അർപ്പിക്കാൻ പോകുമ്പോൾ എല്ലാ വൈദികരുടെയും ജീവിതത്തിൽ അത് ഏറ്റവും വലിയ അനുഭവമാണ്. ആദ്യത്തെ വിശുദ്ധ ബലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള, ആനന്ദമുള്ള, അനുഭവമുള്ള ഒരു ബലിയാണ്. അതേപോലെ അതിൻ്റെ ചൈതന്യത്തിൽ എല്ലാ ബലികളും അർപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചില്ല എങ്കിലും ഓർക്കുക, ഓരോ ബലി അർപ്പിക്കുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ ബലിയായിട്ടും ഇതെൻ്റെ ആദ്യത്തെ ബലിയായിട്ടും കരുതിക്കൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ബലി അർപ്പിക്കുവാനും ആഗ്രഹിക്കുക. തീഷ്ണതയോടുകൂടി ബലി അർപ്പിക്കാൻ ശ്രമിക്കുക. കൂദാശകൾ പരികർമ്മം ചെയ്യേണ്ടത് തീഷ്ണതയോടുകൂടിയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണല്ലോ വിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശുദ്ധ കുർബാന അർപ്പണം ഏറ്റവും ആഗ്രഹത്തോടെ, ഏറ്റവും തീഷ്ണതയോടെ എന്നും അർപ്പിക്കുവാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. അതൊരു അനുഭവമാണ്. കൃപകൾ വർഷിക്കപ്പെടുന്നു എന്നുള്ള അനുഭവം അർപ്പിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും പരികർമ്മം ചെയ്യുന്നവർക്കും ഉണ്ടാകും. അതാണ് കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത്. ആ തലങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ സ്വതസിദ്ധമായ കഴിവുകളോടും, അത് ഗാനമാലപിക്കാൻ ഉള്ളതാണെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലാനുള്ളതാണെങ്കിലും അതെല്ലാം, ഈ കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന ഏറ്റവും ആകർഷകമാകുന്ന വിധത്തിൽ ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന തരത്തിലേക്ക് ഉയരുക. അങ്ങനെ വരുമ്പോൾ അതനേകം പേർക്ക് പ്രചോദനവും അനുഗ്രഹവുമായിട്ട് മാറും. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇവിടെ ഈ ദേവാലയത്തിലൂടെ, ഈ കർമ്മങ്ങളിലൂടെ ആ തീരുമാനത്തിലേക്ക് എത്താൻ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിലേക്ക് ഉയരുന്നു. നമ്മൾ എന്നും എല്ലാ വൈദികരെയും, പല വൈദികരെയും നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മളുമായിട്ട് ബന്ധമുള്ളവര്, നമ്മുടെ വികാരിച്ചന്മാര്, നമ്മളെ സഹായിക്കുന്ന ആളുകൾ. ആ പൗരോഹിത്യത്തെ നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആ പൗരോഹിത്യത്തെ നിലനിർത്തുന്നത് പല വിധത്തിലാണല്ലോ. പ്രാർത്ഥന കൊണ്ട്, സഹകരണം കൊണ്ട്, പ്രോത്സാഹനം കൊണ്ട്, തിരുത്തലുകൾ കൊണ്ട്, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒക്കെ നമുക്ക് ഈ പൗരോഹിത്യത്തെ നിലനിർത്താൻ പറ്റും. എത്രയോ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ് ഒരു വൈദികരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. അതെല്ലാം നമുക്ക് ഓർക്കാം. വൈദികരെ വളർത്താം. തീർച്ചയായിട്ടും മാനുഷിക തലത്തിലുള്ള കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവാം. അതെല്ലാം തിരുത്താനും അവസരങ്ങളുണ്ട്, തിരുത്താൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ, ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂദാശയുടെ ആ പരിശുദ്ധിയിൽ അവരെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ കുറവുകളൊക്കെ പരിഹരിക്കണമേ എന്നും നമുക്ക് എന്നും എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ തിരുക്കർമ്മങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ മകനെ പൗരോഹിത്യത്തിലേക്ക് സഭ ഉയർത്തുന്ന ദൈവത്തിന്റെ കൃപകൾ വർഷിക്കപ്പെടുന്ന ഈ നിമിഷങ്ങൾ ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ഈ ദേവാലയത്തിലായിരുന്നുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഈ കുടുംബാംഗങ്ങൾക്കും ഡീക്കൻ ജോണിനും അഭിനന്ദനം അറിയിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ ജോസഫ് മെത്രാന് വേണ്ടിയും അവിടെ ശുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പായ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്കിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമറിയാക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്ന നല്ല തമ്പുരാനെ, നിന്റെ പക്കലേക്കല്ലാതെ എവിടേക്കും ഞാൻ മിഴികൾ ഉയർത്തും എന്നാരംഭിക്കുന്ന 122 സങ്കീർത്തനം ബലഹീനരെ ശക്തിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതാണ്. സമ്പൂർണമായ അർപ്പണത്തിന്റെ അടയാളമായി പുരോഹിതാർത്ഥി കുമ്പിട്ട് ആചാരം ചെയ്ത് ദൈവത്തിന്റെ പാദപീഠമായ ഭൂമിയെ ചുംബിക്കുന്ന മനോജ്ഞമായ നിമിഷങ്ങളാണിത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ആദരവോടെ പ്രാർത്ഥനാനിരതരാകാം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമൃദ്ധമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ ശ്രീവായാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ
അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. മഹോന്നതമായ പൗരോഹിത്യ പദവി ഈ ദാസൻ നേകുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് വേഗം പറന്നിറങ്ങണമേ എന്ന അത്യന്തം ഹൃദയസ്പർശിയായ ഗാനമാണ് തുടർന്ന് ആലപിക്കുന്നത്. അനാദിയിൽ ചരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് ഗസ്തമേൻ തോട്ടത്തിൽ ഈശോയെ ശക്തിപ്പെടുത്തിയ അതേ ആത്മാവ് സെഹിയോൻ ഉണ്ടുശാലയിൽ ശിശു സമൂഹത്തിന് മേൽ പറന്നിറങ്ങിയ ധീരതയുടെയും സ്ഥൈര്യത്തിന്റെയും അതേ ആത്മാവ് സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു അയോഗ്യനും ബലഹീനനുമായ ദാസ് അഭിഷേകം ചെയ്യണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പരിപൂർണമായ നൽകലിന്റെ പ്രതീകമായി പുരോഹിതാർത്ഥി സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറഞ്ഞ് ദൈവവചനത്തിന്റെ കരുത്തിന്റെ പടയാളാകുവാൻ ഈ മകനെ ശക്തനാക്കണമെന്ന് മുട്ടുകുത്തി കണ്ണുകളടച്ച് ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കൂപ്പുകരങ്ങളോടെ നമുക്കും പ്രാർത്ഥിക്കാം. തിരുപ്പട്ട സ്വീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രണ്ട് കൈവയ്പ് പ്രാർത്ഥനകൾ. ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ അടയാളമായ ഉന്നതവും പരിപാവനവുമായി കടമ നിർവഹിക്കുവാൻ തന്നെ യോഗ്യനാക്കണമെന്ന് കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു.
ഉന്നതങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന്റെ പ്രതീകമായി അഭിമന്യ പിതാവ് തന്റെ ഇടതുകരം യാചനാരൂപത്തിൽ തുറന്നു പിടിക്കുകയും സഫലഭ്യമാകുന്ന കൃപകൾ പുരോഹിതാർത്ഥിക്ക് നൽകി അനുഗ്രഹിക്കുവാൻ വലതുകരം പുരോഹിതാർത്ഥിയുടെ ശിരസിന് മുകളിൽ കമിഴ്ത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രസ്തുത പ്രാർത്ഥനയുടെ അവസാനത്തിൽ അഭിമന്യ പിതാവ് വൈദികാർത്ഥിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് റുസ്മ ചെയ്ത് അഭിഷേകം നടത്തുന്നു. തുടർന്ന് ആർച്ചുഡിരിക്കൻ പുരോഹിതാർത്ഥിയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുവാൻ സഭാമക്കളോട് ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ സ്വർഗീയ നിമിഷങ്ങളിൽ തീവ്രമായി നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അങ്ങയുടെ അവർണ്ണനീയമായ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരും ഇയാളുടെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കേൾപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. നമ്മുടെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ഡീക്കൻ ജോൺ മുതുകാട്ടിലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കൈവയ്പ് പ്രാർത്ഥനയിൽ സത്യവചനം പ്രഘോഷിക്കുവാനും രോഗികളെ തൊട്ടു സുഖപ്പെടുത്തുവാനും കൂദാശികൾ പരികർമ്മം ചെയ്യുവാനും ഈ പുരോഹിതാർത്ഥിക്ക് അധികാരം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാർമികൻ പുരോഹിതാർത്ഥിയെ അഭിഷേകം ചെയ്യുകയാണ്. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ നിഗമനം ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിന്റെ നിർമ്മതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൻ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാ ബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മതവകയിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗമാകിത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി
അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുൻപിൽ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുൻപാകെ പ്രത്യാശാപൂർവ്വം നിൽക്കുന്നതിനു വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അഭിവന്ദ്യ പിതാവിന്റെ കൈവയ്പ് പ്രാർത്ഥനകളിലൂടെ ഡീക്കൺ ജോൺ മുതുകാട്ടിൽ ഫാദർ ജോൺ മുതുകാട്ടിലായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്നു മുതൽ എന്നേക്കും നീ മിശിഹായുടെ ഒരു പുരോഹിതനാണെന്നും നീതിയോടും സത്യത്തോടും കൂടെ ജീവിക്കണമെന്നും ഉത്ബോധിപ്പിച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവ് നീതിയുടെ കവചമായ കാപ്പ നവവൈദികനെ അണിയിക്കുകയാണിപ്പോൾ. പ്രൗഢവും പവിത്രവുമായ വംശപാരമ്പര്യത്തിന്റെ തന്മയാർന്ന പൈതൃകം ശിരകളിലും ആത്മാവിലും കാത്തു സൂക്ഷിക്കുന്ന കോട്ടയം അതിരൂപതയിലെ തിരുഹൃദയദാസ സമൂഹത്തിന് ശതാബ്ദിയിലേക്ക് അടുക്കുന്ന വേളയിൽ 80ാമത്തെ മകനായി മലബാറിൽ നിന്നും ഒരു വൈദികൻ കൂടി. വിഘ്നായ മോശയെ തെരഞ്ഞെടുത്ത, ബാലനായ ദാവീദിനെ ശക്തിപ്പെടുത്തിയ, സംസാര പാഠവുമില്ലാതിരുന്ന ജെറമ്യ പ്രവാചകന് നാവിൽ തിരുവചന തീ നൽകിയ, ഓടിയൊളിക്കുവാൻ ശ്രമിച്ച യോന പ്രവാചകനെ തിരഞ്ഞുപിടിച്ച് ദൗത്യമേകുക, സമാനതകളില്ലാത്ത നല്ല തമ്പുരാനെ നിനക്ക് നിന്റെ തിരുഹൃദയത്തിന് ശതകോടി പ്രണാമം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നിർമ്മലത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉപാസകനാവണം ഓരോ പുരോഹിതനുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരുവചനം പ്രഘോഷിക്കുവാനും പഠിപ്പിക്കുവാനും അധികാരം നൽകിക്കൊണ്ട് അഭിവന്ദ്യ പിതാവ് നവവൈദികന് സുവിശേഷ ഗ്രന്ഥം നൽകുമ്പോൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ പ്രതീകമായി നവവൈദികൻ സുവിശേഷ ഗ്രന്ഥം ചുംബിച്ച് സ്വീകരിക്കുന്നു. മിശിഹായുടെ ഭൗതിക ശരീരമായ തിരുസഭയിൽ അജപാലനം നടത്തുവാൻ നിയുക്തനായിരിക്കുന്ന അഭിവന്ദ്യ മെത്രാന്റെ പ്രഥമവും പ്രധാനവുമായ കടമയിൽ സഹകാരികൾ ആകുന്നവരാണ് ഓരോ പുരോഹിതനുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നവവൈദികനോടുള്ള പൈതൃകമായ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുവാൻ അഭിവന്ദ്യ പിതാവ് നവവൈദികന്റെ ശിരസിൽ ചുംബിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോൺ മുതുകാട്ടിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണരാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തിരുപ്പട്ട സ്വീകരണത്തിലൂടെ എന്നേക്കുമായി പുരോഹിതനായി മാറിയ ബഹുമാനപ്പെട്ട ജോൺ മുതുകാട്ടിൽ അച്ഛൻ തനിക്ക് ഈ മഹാദാനം നൽകിയ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാൾത്താരെ വണങ്ങുകയാണ്. മൺകുടത്തിൽ നീ നൽകിയ അമൂല്യമായ നിധി എന്നും നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുവാൻ ഈ ദാസന് നീ തുണയായിരിക്കണമെന്നും ഞാൻ ചരിക്കേണ്ട മാർഗങ്ങൾ നീതാൻ ശോഭനമാക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നവവൈദികൻ തന്റെ ജീവിതം ഇനി ഹോമിക്കേണ്ട ബലിപീഠത്തിന്റെ ഇടതുവശത്തും വലതുവശത്തും ചുംബനമർപ്പിക്കുന്നു. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കരം ചുംബിച്ച് ഇടയിനടുത്ത ആശീർവാദം സ്വീകരിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. നിത്യപുരോഹിതനായ മിശിഹായുടെ ദിവ്യമായ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന ഈ കുഞ്ഞനുജനെ തങ്ങളുടെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുക. അനുബോധനത്തിന്റെ ആലിംഗനങ്ങളും സോദര സ്നേഹത്തിന്റെ ചുംബനങ്ങൾ നൽകുക. ദൈവത്തിനും ദൈവജനത്തിനുമിടയിൽ മധ്യസ്ഥ പ്രാർത്ഥനയുമായി സ്വർഗത്തിലേക്ക് ഉയരേണ്ട നിന്റെ പിഞ്ചിലം കരങ്ങൾക്ക് കരുത്തേകുവാൻ ഞങ്ങളെന്നും കൂട്ടിനുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നവവൈദികന്റെ തങ്ങളുടെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്ന
ഏറ്റവും ഹൃദയസ്പർശിയായ രംഗത്തിന് സാക്ഷികളാവുകയാണ് നാം. ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ, ഒരു നെറ്റിൽ വിരിഞ്ഞ പൂക്കൾ പോലെ, ഒരു രാവിൽ തെളിഞ്ഞ നക്ഷത്രങ്ങൾ പോലെ നിന്റെ പുരോഹിതരെ ഒരുമയിലും ഊഷ്മളമായ സ്നേഹത്തിലും കാത്തുപരിപാലിക്കണമേ എന്ന് നമുക്ക് നിത്യപുരോഹിതനായ ഈശോയോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ, സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ, അഭിഷിക്തനാക്കി നീ എന്നെ. ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ, സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ, അഭിഷിക്തനാക്കി നീ എന്നെ. ചെറുജീവനെ ശക്തിപ്പെടുത്തി നീ ദേവാ നിൻ ഭരണം ഘോഷിക്കുവാൻ, ഈ ചെറുജീവനെ ശക്തിപ്പെടുത്തി നീ ദേവാ നിൻ ഭരണം ഘോഷിക്കുവാൻ. എന്നിലൂടൊഴുകിയ താവക സന്ദേശം ആത്മാവിൽ ദരിദ്രർക്കും ഭോജനമായി, എന്നിലൂടൊഴുകിയ താവക സന്ദേശം ആത്മാവിൽ ദരിദ്രർക്കും ഭോജനമായി. മർദ്ദിതരായോർക്ക് മോചനവും ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ, സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ, അഭിഷിക്തനാക്കി നീ എന്നെ. ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ, സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ, അഭിഷിക്തനാക്കി നീ എന്നെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച കാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ.
നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെയും അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ കാരുണ്യത്തിന്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിന്റെ നിഗൂഢവും സുദീർഘമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, വിജയശീലാലിതമായ കുരിശിന്റെ ശക്തിയും ജീവസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധകന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണ്ണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ യോസേഫിന്റെയും സ്നാപകന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങളുടെ സഹായകമായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ ശീലന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാരതത്തിന്റെ അപ്പോസ്തലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമായുടെ വിശ്വാസതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രഥമവേദ സാക്ഷിയായ മാറിയസ്തഫാനോസിന്റെയും പരിശുദ്ധ ഗുരുക്കന്മാരായ മാറഥായുടെയും മാർമാരയുടെയും മാറിയാക്കോബിന്റെയും മാർഗീസിന്റെയും മാർഗുര്യാക്കോസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാറപ്രേമിന്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വഴി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപ്പസ്തോലികമായ കൈവയ്പ് വഴി തന്നെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയ അഭിമന്യ പിതാവിനെ ഒരു പുരോഹിതനും മറക്കുവാൻ സാധിക്കില്ല. അഗാധമായ നന്ദിയുടെയും നിസ്സീമമായ കടപ്പാടിന്റെയും അചഞ്ചലമായ ആത്മബന്ധമായി അതെന്നും നിലനിൽക്കും. നിറഞ്ഞ ഹൃദയത്തോടും അതിലേറെ നന്ദിയോടും കൂടെ ബഹുമാനപ്പെട്ട ജോൺ മുതുകാട്ടിലച്ചൻ അഭിമന്യ ജോസഫ് പണ്ടശ്ശേരി പിതാവിന് നരദൈവം കൈമാറി നന്ദി അർപ്പിക്കുകയാണിപ്പോൾ. ഈ മെഴുതിരുന്നാളും പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുക്കി തീരുവാൻ താൻ എന്നും തയ്യാറാണെന്ന വാഗ്ദാനവുമായി പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ ബലിവേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയവികാരങ്ങൾ മുഴുവൻ വാക്കുകളിൽ ഒതുക്കുവാൻ കഴിയുന്നതല്ല.
അവർണ്ണീയമായ ഈ ദാനം നല്ല ദൈവം എനിക്ക് നൽകിയപ്പോൾ അവിടുന്ന് നൽകിയ ദാനങ്ങൾ കുറച്ചെങ്കിലും ഓർമ്മിച്ചെടുക്കുവാനും ഈ ദിവ്യബലിയിൽ ഒരു നൈവേദ്യമായി സമർപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അയോഗ്യതകളിൽ ഉണ്ടായിട്ടും തന്റെ അനുഗ്രഹത്താൽ എന്നെ സ്വന്തമാക്കിയ പൊന്നു തമ്പുരാന് പരിശുദ്ധാമ്മയോടും സകല മാലാഖമാരോടും മോക്ഷവാസികളോടും ചേർന്ന് ആരാധനയും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. ഏറെ വാത്സല്യത്തോടെ എന്നും എൻ്റെ ദൈവവിളിക്ക് പ്രോത്സാഹനവും പ്രചോദനവുമായി ഇന്ന് ഈ ദേവാലയത്തിലെത്തി കൈവെപ്പ് വഴി എന്നെ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തിയ അഭിമന്യമാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനെ ഏറെ നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരല്ലെങ്കിലും പ്രാർത്ഥനയായും സ്നേഹമായും എന്നും എന്നോടൊപ്പമുള്ള അഭിമന്യ മാത്യു മൂലക്കാട് പിതാവിനെയും മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിനെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന പൗലോസ് ശ്ലീഹായുടെ വചനത്തോട് അല്പം കൂടി ചേർത്ത് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയും എൻ്റെ മാതാപിതാക്കളുടെ സുഹൃത ജീവിതത്തിന്റെ ഫലവും കൂടിയാണ്. പൗരോഹിത്യത്തെ ഒരുപാട് സ്നേഹിക്കുകയും എനിക്കായി നിരന്തരം പ്രാർത്ഥിക്കുകയും കുടുംബമാകുന്ന ആൾത്താരെയും എന്നും ബലിയർപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ പപ്പായെയും അമ്മയെയും എൻ്റെ ജീവിതത്തിൽ നിന്നും കരുതലും കരുത്തുമേകിയ എൻ്റെ സഹോദരങ്ങളെയും എന്നും എൻ്റെ നന്മയും വളർച്ചയും ആഗ്രഹിച്ച് എന്നെ സ്നേഹിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെയും വളരെ പ്രത്യേകമായി എനിക്കെന്നും മാതൃകയും പ്രചോദനവുമായിരിക്കുകയും നിരന്തരം പ്രാർത്ഥനകളോടെ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള തോമസ് മുതുകാട് അച്ഛനെയും ഫിലിപ്പ് വെട്ടത്തിനടത്തിൽ അച്ഛനെയും സജി മലയിൽ പുത്തുമരയിൽ അച്ഛനെയും ബിജു കാഞ്ഞിരക്കാട് അച്ഛനെയും സണ്ണി കുടുംബക്കുഴിയിൽ അച്ഛനെയും ബിനോദ് ചെറുപറമ്പിൽ അച്ഛനെയും ജിബിൽ കുഴിവേലിൽ അച്ഛനെയും കുര്യൻകടാകുന്നിൽ അച്ഛനെയും തോമസ് വട്ടക്കാട്ടിൽ അച്ഛനെയും കുടുംബത്തിലെ എല്ലാ സമർപ്പിത സഹോദരങ്ങളെയും നന്ദിയോടെ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ വിശ്വാസ പരിശീലനത്തിൽ വഴിവിളക്കായിരുന്ന ഈ ഇടവകയെയും ഇടവകയിലെ എല്ലാ സമർപ്പിതരെയും ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഏറെ പ്രത്യേകമായി എന്നെ സെമിനാരിയിലേക്ക് പറഞ്ഞുവിട്ട ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ മുൻ വികാരി അച്ഛന്മാരെയും സിസ്റ്റർ ലിനത്തിനെയും ഡേ സിസ്റ്ററിനെയും മറ്റെല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം എന്നെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ അയൽയിടവകളിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അറിവിന്റെ ലോകം എനിക്കായി തുറന്നു തന്ന കാനമേൽ സെന്റ് മാത്യൂസ് നഴ്സറിയിലെയും കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിലെയും മീൻതുള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും SH മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെയും എല്ലാ ഗുരുഭൂതരെയും സഹപാഠികളെയും ബലിവേദിയിൽ സമർപ്പിക്കുന്നു. എന്നിലെ പൗരോഹിത്യ സന്യാസ ദൈവവിളിത്തെ ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് എന്നെ ഇന്ന് ഈ അൾത്താരയിൽ എത്തിച്ചത് ഞാൻ അംഗമായിരിക്കുന്ന തിരുഹൃദയദാസ സമൂഹമാണ്. ആശ്രമത്തിലെ എല്ലാ ശ്രേഷ്ഠ വൈദികരെയും ബ്രദേഴ്സിനെയും ഏറെ പ്രത്യേകമായി എന്നെ സമൂഹത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട സ്പീക്കർമാരായ കണിയാന്ത്രമാലിൽ മാത്യുവച്ചനെയും കന്നുവെട്ടിയൽ ബെന്നിയച്ചനെയും മെത്താനത്ത് ജോസഫ് അച്ഛനെയും ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറലും ഇന്ന് ആർച്ച് ബഹുമാനപ്പെട്ട തട്ടാറുകുന്നേൽ കുര്യനച്ഛനെയും പരിശീലന കാലഘട്ടത്തിൽ എൻ്റെ റക്ടർമാരായിരുന്ന ജോൺ മുകളിലച്ഛനെയും തോമസ് മെത്താനത്തച്ഛനെയും ഷിജോ കുഴിപ്പടിലച്ഛനെയും തോമസ് മുടിയപ്പടിലച്ഛനെയും എൻ്റെ നോവിസ് മാസ്റ്ററായിരുന്ന ബിജി പലോങ്ങിലച്ഛനെയും റീജൻസി ഡയറക്ടറായിരുന്ന കുര്യൻ ചൂരികുന്നേലച്ഛനെയും എൻ്റെ പ്രിയപ്പെട്ട ബാച്ചുകാരെയും ഈ ബലിവേദിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ തത്വശാസ്ത്രം പഠിച്ച വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലെ എല്ലാ വൈദികരെയും ഗുരുബോധരെയും സഹപാഠികളെയും ഞാൻ ദൈവശാസ്ത്രം പഠിച്ച ഫ്ലോറൻസ് അതിരൂർദാസ് സെമിനാരിയിലെ എല്ലാ വൈദികരെയും സഹപാഠികളെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. Ricordo il rettore e vice direttore, tutti i preti, tutti i seminaristi di seminario Firenze, e vescovo Guglielmo Borghetti, e vescovo Giovanni Rongali, tutti i preti e tutti i fedeli di diocesi di Pitigliano, Sovano e Orbetello. Ricordo i parroci e parrocchiali di parrocchia di Porto Santo Stefano, e Don Fabio Marella, e Don Antonio Scolesi,
qui sono presenti qui. കഴിഞ്ഞ 12 വർഷക്കാലം എന്നെ ഒരു നല്ല വൈദികനാക്കുന്നതിനായി എന്റെ ഹൃദയം ഒരുക്കിയ എല്ലാ ആത്മീയ പിതാക്കന്മാരെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു. ദൈവശാസ്ത്ര പഠനകാലത്ത് ഞാൻ പാസ്റ്റർ മിനിസ്റ്റർ ചെയ്ത കടുത്തുരുത്തി ഇടവകയിലെയും കഴിഞ്ഞ 2 മാസക്കാലം ഡീക്കൻ മിനിസ്റ്റർ ചെയ്ത ഉടുപ്പൂർ ഇടവകയിലെയും വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബങ്ങളെയും നന്ദിയോടെ ഈ ബലിവേദിയിൽ ഓർത്തു പ്രാർത്ഥിക്കുന്നു. പരിശീലന കാലഘട്ടത്തിലുടനീളം പ്രാർത്ഥന കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും എനിക്ക് താങ്ങായി മാറിയ എൻ്റെ പ്രിയപ്പെട്ട ഉപകാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സർവേശ്വരന് മുൻപിൽ സമർപ്പിക്കുന്നു. ഇന്നിവിടെ വരികയും പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും പ്രിയപ്പെട്ട ബ്രദേഴ്സിനെയും എല്ലാ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒപ്പം ഒരുപാട് ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാതെ അകലങ്ങളിൽ എനിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മരണം മൂലം വേർപിരിഞ്ഞു പോയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് എൻ്റെ വല്യപ്പച്ചന്മാരെയും വല്യമ്മച്ചിമാരെയും, ജോൺ ബാബനെയും ബാബു ബാബനെയും ദിപുശേഖായെയും തിരുവതി ദാസമൂഹത്തിലെ എൻ്റെ എല്ലാ മൺമറഞ്ഞ പൂർവികരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവസാനമായി എൻ്റെ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ഷിബി ചെട്ടിക്കാത്തോടത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല. സർവശക്തനായ ദൈവമേ, അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇടവകയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും കൈക്കാരന്മാരെയും ഓരോ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറെ നാളായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിനായി ഏതെങ്കിലും തരത്തിൽ അധ്വാനിച്ചുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനമായി പ്രിയപ്പെട്ട നിങ്ങളോടുള്ള എൻ്റെ ഒരേ ഒരു അപേക്ഷ ഇതാണ്: നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ചെറുക്കിൻ കീഴിൽ നിന്ന് എന്നെ ഒരിക്കലും ഒഴിവാക്കരുതേ. എന്നും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹനീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, ഒരു വിശുദ്ധനായി തീരുവാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കണമേ. ഏവരെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ ബലി നമുക്കൊന്ന് ചേർന്നർപ്പിക്കാം.